തമ്പ്രാട്ടി, അദ്ദേഹം കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ വരാൻ താമസിച്ചു. ഉറക്കം വരുന്നുവല്ലേ? 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം? അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്നെന്റെ മനസ്സ്. രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ഞാൻ. എന്റെ മനസ്സ് നിറയെ സംശയം. സംശയമോ? എന്നെയോ? ഗുരുവിനോടൊരു അപേക്ഷ. രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ എനിക്കും. അങ്ങ് ഹനുമാനല്ല, എന്റെ ശ്രീരാമചന്ദ്രനാണ്. ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ. അറിയാം. സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ചു കയറിയിട്ടുണ്ട്. ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെയല്ലേ? നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. വണ്ടെത്താനുള്ളാത്ത പൂവ്. വരി. ഉറങ്ങണ്ടേ? ഉറങ്ങണം. ഉറങ്ങാത്ത 101 രാവുകൾ ഒരുമിച്ചുറങ്ങണം. ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം. കത്തിയേരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടുറങ്ങണം. കുഞ്ഞമ്മേ, ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല. മനസ്സിലായില്ല. ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോല കൊടുക്കില്ല. ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ്. അതെ, ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്റെ ഗുരുവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഇല്ല, നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താലിയും മാലിയും തന്നവനാണ്. അതേ പുണ്യം. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി. ഓം ഗുരുവേ. നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ്. എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ. എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയാടേണ്ട പുരുഷനാണ് നിങ്ങൾ. പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഇല്ല ഇല്ല. നിൽക്കിൻ, സത്യം പറയും. അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും. വളരെ സന്തോഷം. ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം. വെട്ടിക്കൊള്ളു. കാവിലമ്മേ, എന്നെ പോലെ ആൺതലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ? ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടിയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺതരികളെല്ലാം പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇല്ല, ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. സത്യം. ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന പേര് മാറ്റി വിളംബരം ചെയ്യൻ. കോട്ടവാതിക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺതരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയൻ. നിങ്ങൾ ക്ഷമിക്കും. ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല. ക്ഷമിക്കും. നിർത്തി. ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടവറയിലിടൻ. ഈ കോട്ടയിലുള്ള എല്ലാ ആൺതരികളെയും പിടിച്ച് വെളിയെ തള്ളൻ. അമ്മേ, കാവിലമ്മേ, ഞാൻ എന്ത് പാവം ചെയ്തു? എന്റെ അമ്മേ, ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്തു? എന്നെ എന്തിനീ കണ്ണീരിലാഴ്ത്തുന്നു അമ്മേ? അമ്മേ, പറയും, എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നമ്മേ? എന്തിനു പരീക്ഷിക്കുന്നു? അമ്മേ, എന്നെ പരീക്ഷിക്കുന്നു.